ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് വളരെ സിമ്പിളും എങ്കിൽ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നോക്കുന്നത്. നിങ്ങൾക്കിതിന് ഒരുപാട് പേരിൽ വിളിക്കാം. ചപ്പാത്തി നൂഡിൽസ് എന്നോ കൊത്ത് ചപ്പാത്തി എന്നോ അങ്ങനെ പല പേരിലും നമുക്കിതിന് വിളിക്കാം. ഇതിന് ആവശ്യമെന്ന് പറഞ്ഞാൽ കുറച്ച് ചപ്പാത്തി നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ചപ്പാത്തി ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 10-12 ചപ്പാത്തിയിലധികം കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കഴിക്കുന്നതിന് ക്വാണ്ടിറ്റി എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് കട്ട് ചെയ്യാം. ഇനി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: സവാള 2 എണ്ണം, അതുപോലെ ക്യാരറ്റ് ചെറുത് 2 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ക്യാബേജ് എടുക്കുന്നുണ്ട്, അതൊരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ക്യാപ്സിക്കം അത് ആവശ്യമെങ്കിൽ ചേർക്കാം. പിന്നെ ഒരു 4 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിങ്ങൾക്ക് താല്പര്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ചൂടായ പാനിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു, ഒരു 4 മുട്ടയോളം പൊട്ടിച്ചൊഴിച്ചു. കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി ചിക്കിയെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മുട്ട ചിക്കി നല്ലതുപോലെ എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പരുവമായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യം ഒരു കൊച്ചു വെളുത്തുള്ളിയും അതേപോലെ ഒരു കൊച്ചു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും. അതിനുശേഷം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് പച്ചമുളക് ആദ്യം ഇടാം. പച്ചമുളക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ എണ്ണയിൽ ആ ഒരു ഫ്ലേവർ, ആ മുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും, ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ആദ്യം ഞാൻ പച്ചമുളക് ചേർത്തത്. അതിനുശേഷം അതൊന്ന് ജസ്റ്റ് പൊട്ടി ചൂടായതിന് ശേഷം നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ഇട്ടതിന് ശേഷം ചെറു തീയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു മണം വരും. ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, ക്യാബേജ്, ക്യാരറ്റ്, ആ പച്ചക്കറികളൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇത് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വാടിക്കിട്ടും. അതേപോലെ നമുക്ക് ഈ സമയത്ത് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എളുപ്പം നല്ലതുപോലെ വെന്ത് കിട്ടും. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നല്ലതുപോലെ ഇളക്കി കൊടുക്കാം, ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. അപ്പോൾ ഇളക്കാതിരുന്നാൽ ഇത് കരിയാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ കൈ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സോയാ സോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതൊരു നിർബന്ധവുമില്ല, നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് സോയാ സോസ് ചേർക്കുന്നത്. നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഇനി നമുക്ക് ഉള്ളിയൊക്കെ വഴന്നതിന് ശേഷം ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം ഒരു പകുതി ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ഒരു നൂഡിൽസിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇത് നല്ലോണം വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അതിനുശേഷം ഞാനിപ്പോൾ മസാലപ്പൊടിയാണ് ഇടുന്നത്. ഏത് മസാലയും നിങ്ങൾക്ക് ചേർക്കാം. അതേപോലെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അതേപോലെ നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത് അത് ചേർക്കാം. അതേപോലെ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഇട്ടത്. അതിനുശേഷം മല്ലിപ്പൊടി വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. കൂടുതൽ മല്ലിപ്പൊടി ഇട്ടാൽ ഒരു കയ്പും ഒരു കുത്തലും ഒക്കെ അനുഭവപ്പെടും. അതുകൊണ്ട് മുളക് പൊടിയാണ് കൂടുതലും ചേർത്തത്. പിന്നെ കുരുമുളക് പൊടിയും നല്ലതുപോലെ ഇളക്കി ആ എണ്ണയിലിട്ട് നല്ലതുപോലെ ഇതിനെ യോജിപ്പിക്കാം. കഴിഞ്ഞു. നമുക്കിനി നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ചപ്പാത്തി ചേർക്കാം. എന്നിട്ടൊരു തീ കുറയ്ക്കുക. തീ വളരെ കുറച്ചതിന് ശേഷം ആ ചൂടോടെ തന്നെ ആ ചപ്പാത്തി അതിലേക്ക് യോജിപ്പിച്ച് ചേർക്കുക.
ഇപ്പോൾ ഒരു നല്ല മണം വരും. കൂടാതെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി സെർവ് ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് ലഞ്ച് ബോക്സിലും കൊടുത്തു വിടാം, സ്നാക്കായിട്ടും കൊടുത്തു വിടാം. അത്രയ്ക്ക് നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.